റീമേക്കുകൾ ചെയ്ത് തിയേറ്ററുകളിൽ ബോംബിട്ട് അടുത്ത കില്ലാടി കുമാർ കുറെ നാൾക്ക് ശേഷം ഒരു ഫ്രഷ് അഡൾട്ട് കോമഡി സിനിമ അങ്ങ് ഇറക്കി. ഇപ്രാവശ്യം റീമേക്ക് ആയിരുന്നില്ല, ഒരു ഫ്രാഞ്ചൈസിന്റെ 5ാം ഭാഗമായിരുന്നു അവന്മാർ ഇറക്കിയത്. കാരണം ഇവന്മാരുടെ വേറൊരു കിണ്ടിയും ഇല്ലല്ലോ ഇറക്കാൻ. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഹൗസ്ഫുൾ 5 എന്ന ഈ സിനിമ 200 കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതിന്റെ പ്രൊഡ്യൂസർ പടത്തിനും പ്രൊമോഷനും വേണ്ടി ചെലവാക്കിയത് 350 കോടി രൂപയായിരുന്നു. ചെറിയൊരു നഷ്ടം മാത്രമേ സംഭവിച്ചുള്ളൂ, ഒരു 150 കോടി രൂപ. 150 കോടി രൂപ പോയാൽ എന്താ, കില്ലാടി കുമാറിനും ഡയറക്ടറിനും അവർ വർഷങ്ങളായി അടക്കി പിടിച്ചു വെച്ചിരുന്ന കഴപ്പ് ഈ സിനിമയിലൂടെ അങ്ങ് തീർത്തു. ഈ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയതെങ്കിലും 18 മുകളിൽ പ്രായമായവർ മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പൊ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ ഈ വലിയ കപ്പലിന്റെ മൊയിലാളി കപ്പലിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. കിളവൻ ചത്തില്ലേ? വീണ്ടും ചത്തില്ലേ? എവിടെയും ഉറച്ചില്ലടാ കള്ളക്കളവാ. ചത്ത്. ഓ, ബോളിവുഡ് കില്ലാടികൾ കോമഡി ആയിരിക്കും ഉദ്ദേശിച്ചത്. ചിരിച്ച് മണ്ണ് കപ്പി കേട്ടോ. ശേഷം ഈ കിളവന്റെ സ്വത്തുക്കളുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് അറിയണമല്ലോ. അതിനായി ഈ കിളവന്റെ വക്കീൽ അഥവാ കിളവന്റെ സൈഡ് ചിക്ക് വന്നിരിക്കുകയാണ്. അവർ വന്നിട്ട് പറയും കിളവന്റെ സ്വത്തെല്ലാം ജോളി എന്നറിയപ്പെടുന്ന ഒരു വ്യാളിക്ക് എഴുതി വെച്ചിരിക്കുകയാണെന്ന്. കിളവന്റെ 2ാമത്തെ ഭാര്യയുടെ മകനാണ് ജോളി. കിളവന്റെയൊക്കെ ഒരു യോഗം. ആ വ്യാളി വന്നാലേ ആ സ്വത്ത് അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന കോടീശ്വരനായ കിളവന്റെ 2ാമത്തെ ഉദിക്കിലെ മൂത്ത മകനായ ജോളിയെ കിളവന്റെ 1ാമത്തെ ഉദിക്കിലെ മക്കൾ അന്വേഷിക്കുന്നു എന്ന്. അങ്ങനെ ആ വ്യാളിയുടെ വരവിനായി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവർ ആരും വ്യാളിയെ കണ്ടിട്ടില്ല. അപ്പോഴാണ് കിളവന്റെ വക്കീൽ പറയുന്നത് ജോളിയെ തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. ജോളിയുടെ വലത്തെ കുണ്ടിയിൽ പൊള്ളലേറ്റ ഒരു കറുത്ത പാടുണ്ടെന്ന്. അങ്ങനെ എല്ലാരും ആ കുണ്ടി കാണാൻ ജോളിയെ കാണാൻ മുട്ടി നിൽക്കുമ്പോഴാണ് ജോളികൾ അവതരിക്കുന്നത്. അങ്ങനെ 3 പേരും ഞാനാണ് ജോളി എന്ന് പറഞ്ഞ് അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ കിളവന്റെ 1ാമത്തെ ഒതുക്കിലെ മൂത്ത മകൻ പറയും 3 പേരുടെ DNA ടെസ്റ്റ് ചെയ്താൽ ആരാണ് യഥാർത്ഥ ജോളി എന്ന് കണ്ടുപിടിക്കാലോ എന്ന്. നിനക്ക് എന്നെ അറിയില്ല, നീ എന്നെ മറന്നു. ആരെ മറന്നാലും നീ ഇവളെ മറക്കരുത്. നിന്റെ അമ്മയ്ക്ക് പാലില്ലാതിരുന്നപ്പോ ഈ മാറിലെ പാൽ കുടിച്ചാണ് നീ വളർന്നത്. അങ്ങനെ DNA ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡും കൊടുത്തിട്ട് 3 പേരും കൂടി ഡാൻസ് കളിക്കാൻ പോകും. അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് മയക്കുമരുന്നൊക്കെ അടിച്ചു കയറ്റി എല്ലാവരും രാവിലെ എണീക്കുകയാണ്. കില്ലാടിയുടെ ജനനേന്ദ്രിയം ഇത്രയും പെട്ടെന്ന് വലുതായോ? ഉറക്കമണിക്കുന്ന കില്ലാടിക്ക് ഒന്നും ഓർമ്മയില്ല. കില്ലാടിക്ക് മാത്രമല്ല ആർക്കും ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറന്ന് നോക്കുമ്പോൾ കില്ലാടിയുടെ റൂമിൽ കൂടെ കിടന്നത് ബച്ചന്റെ ഭാര്യ. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഇതറിഞ്ഞ് ഷോക്കായി ബച്ചന്റെ റൂമിൽ പോയപ്പോൾ ബച്ചൻ അവിടെ പുതപ്പിന്റെ അടിയിൽ അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് കില്ലാടിയുടെ ഭാര്യയാണ്. കില്ലാടിയുടെ ഭാര്യയെ തപ്പി ദേശ്മുഖിന്റെ അടുത്തേക്ക് പോകും. എന്നാൽ ദേശ്മുഖ് ആരാ മുതല്? ദേശ്മുഖ് ഒരു അങ്കിൾ ലവർ ആയിരുന്നു. അങ്ങനെ കില്ലാടിയുടെ ഭാര്യയെ തപ്പുന്നതിന്റെ ഇടയിൽ അവർക്ക് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. സിനിമയിൽ ശുദ്ധഹാസ്യം കുത്തിക്കയറ്റാൻ വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നു. ഇതിലും ഭേദം നീയൊക്കെ ഓർക്കാതിരിക്കുന്നതായിരുന്നടേ നല്ലത്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ ആ പെണ്ണുമ്പിള്ളയെ കണ്ടുപിടിക്കും. അപ്പോഴേക്കും 1ാമത്തെ ഒതുക്കിലെ മൂത്ത മകൻ DNA ടെസ്റ്റ് റിസൾട്ട് അറിയാൻ വേണ്ടി വരുമ്പോൾ DNA ടെസ്റ്റ് നടത്തിയ ഡോക്ടർ ആകാശത്തു നിന്നും വീണു മരിക്കുന്നു. ആ കൊലകുറ്റം ഇവരുടെ 3 പേരുടെയും തലയിലാവുന്നു. അങ്ങനെ കപ്പലിലുള്ള ജയിലിൽ ഇവരെ പൂട്ടിയിടുന്നു. എന്തൊക്കെ സൗകര്യങ്ങളുള്ള കപ്പല! ആ ജയിലിൽ വെച്ചാണ് ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ അറിയുന്നത്. കില്ലാടിയുടെ ഭാര്യ ദേശ്മുഖിന്റെ സൈഡ് ചിക്കാണ്. ദേശ്മുഖിന്റെ ഭാര്യ ബച്ചന്റെ സൈഡ് ചിക്കാണ്. പിന്നെ ബച്ചന്റെ ഭാര്യയായ ഇവൾ ആരുടെ ഭാര്യയാണെന്ന് അവൾക്ക് പോലും അറിയില്ല. ആരുടെ ഭാര്യയാവാനും അവൾ തയ്യാറാണ്. ഇതെന്തോടെ ഇത്? അവിഹിതോ യൂണിവേഴ്സോ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു. ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ? ഇവർ 3 പേരും ആ പത്രത്തിലെ വാർത്ത കണ്ട് പണം അടിച്ചെടുക്കാൻ ഉടായ്പുമായിട്ട് വന്നിരിക്കുകയാണ്. ശേഷം വീണ്ടും പ്രേക്ഷകരെ ചിരിപ്പിച്ച് കൊല്ലാൻ ഒരു ചിരിക്കുടുക്ക സീൻ. 1980-ൽ ഇത് ഫ്രഷ് ആയിരുന്നു കേട്ടോ. ശേഷം 3 പേരും കൂടി മരിച്ച കിളവന്റെ ബോഡി പൊതിഞ്ഞുകൊണ്ട് പോവുകയാണ്. അത് എന്തിനാണെന്ന് തമ്പുരാൻ അറിയാം. എല്ലാം ഉണ്ട്. സത്യം പറയണം, എന്താണ് ചാക്കില്? ഹോമിയോ മരുന്ന്.
ഓപ്പോസിറ്റ് സൈഡിൽ 3 നായകന്മാർ കൂടി DNA ടെസ്റ്റ് നടത്തിയ ലാബിലേക്ക് പോവുകയാണ്. നേരെ നടന്നു പോയാൽ ഒരു ത്രില്ലില്ല. അതുകൊണ്ട് ഡയറക്ടർ അവരോട് ഇഴഞ്ഞു പോവാൻ പറയും. ആ ഷോട്ടുകൾ എടുക്കാൻ ഇങ്ങ് കേരളത്തിൽ നിന്നും നീലക്കുയിലിനെ അവർ കോടികൾ എറിഞ്ഞ് ലേലത്തിലെടുത്തു. അങ്ങനെ 360 ഡിഗ്രി വ്യൂവിൽ നീലക്കുയിൽ പഠിച്ച എല്ലാ അടവുകളും പറ്റി ആ സീൻ പണി വെക്കും. അങ്ങനെ ലാബിലെത്തിയ നായകന്മാർ വില്ലനെ കണ്ടുപിടിക്കും. ഡോക്ടറിനെ കൊന്ന ആ വില്ലൻ ഇവനാണ്. ഇവന്റെ പേരാണ് ബേഡി. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചന്ദമാമ സിനിമ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയ കില്ലാടിയും സംഘവും അതുപോലെ റീക്രിയേറ്റ് ചെയ്യും. റീമേക്ക് അല്ലെങ്കിലും ഇതിലിപ്പോ എല്ലാം ഉണ്ടല്ലോ. കില്ലാടി, തേജാബായി ഉണ്ട്, ചൈന ടൗൺ ഉണ്ട്, ഇപ്പൊ ചന്ദമാമയും ഉണ്ട്. അങ്ങനെ ബേഡിയാണ് കില്ലർ എന്ന് നായകന്മാരെ അറിയിക്കുന്നു. എന്നാൽ വേണ്ട ആ അലമാരയിൽ ബേഡിയെ ആരോ കൊന്നു വെച്ചേക്കുന്നു. ശേഷം ആ കേസ് തെളിയിക്കാൻ അങ്ങ് ലണ്ടനിൽ നിന്നും ദോലും പോലും അവതരിക്കുകയാണ്. ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങും. ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിൽ ദേശ്മുഖ് പേടിച്ച് വിയർക്കുകയാണ്. ഓഹ്, എന്തൊരു നാച്ചുറൽ ആർട്ടിഫിഷ്യൽ വിയർപ്പ്. ആരുടെ ഇവന്റെ തലയിൽ കൂടി മൂത്രമൊഴിച്ചു കൊടുക്കണേ? മാറില്ല അങ്ങോട്ട്. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈറേഞ്ച് ഹക്കീം. അങ്ങനെ ഇവർ 3 പേരും നിരപരാധികളാണെന്ന് ദോലും പോലും തെളിയിക്കുന്നു. എന്നിട്ട് കിളവന്റെ ഒന്നാമത്തെ ഒതുക്കിലെ മൂത്ത മകനായ ദേവാണ് കൊലയാളിയെന്ന് അവർ തെളിയിക്കുന്നു. അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു. അതെങ്ങനെ ശരിയാവും? കില്ലാടിയുടെ സിനിമയിൽ കില്ലാടി കേസ് തെളിച്ചില്ലെങ്കിൽ അത് കില്ലാടിയുടെ ഫാൻസിനെ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് ഒരു സംശയം തോന്നിയ കില്ലാടി ഈ നിൽക്കുന്ന തങ്കബലിയാണ് എല്ലാ കൊലകൾക്കും കാരണമെന്ന് കണ്ടുപിടിക്കും. അതിന്റെ ഇടയിൽ കൂടി നീലക്കുയിലിന്റെ സിനിമാറ്റോഗ്രാഫി. തങ്കബലിയാണ് കൊലയാളി എന്ന് കണ്ടുപിടിച്ച ഉടനെ തങ്കബലിയും മരിക്കുന്നു. അങ്ങനെ ആ കേസ് തെളിയിക്കാൻ ദോലും പോലുന്റെ ചേട്ടനായ കാലിയ അവതരിക്കുകയാണ്. അപ്പോഴേക്കും ദോലും പോലും ജയിലിലാവും. ഒരു ദിവസം കഴിഞ്ഞിട്ടായി എന്തൊക്കെ അപരാധങ്ങളെ കാണണം എന്റെ ദേവിയെ. അങ്ങനെ കാലി വന്നിട്ട് പറയും ഈ പെട്ടിക്കകത്ത് കില്ലറിന്റെ മൂഞ്ചി ഉണ്ടെന്ന്. പക്ഷേ അതിപ്പോ തുറക്കാൻ പറ്റൂല, പിന്നെ തുറക്കാമെന്നും പറഞ്ഞ് അങ്ങേരങ്ങ് പോവും. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. അങ്ങനെ യഥാർത്ഥ കില്ലർ കാലിയെ ഉറങ്ങുന്ന സമയത്ത് കാലിയെ കൊന്നിട്ട് ആ പെട്ടി തുറക്കുമ്പോ വേണ്ട അതിലൊരു കണ്ണാടി. കാലിയെ പറഞ്ഞതുപോലെ കില്ലറിന്റെ മൂഞ്ചി നമ്മൾ ശരിക്കും കണ്ടു. ഇവനെ പിടിച്ച് ജയിലിട്ടപ്പോഴേ പടം അവസാനിപ്പിക്കാനുള്ളായിരുന്നു. പക്ഷെ കില്ലാടിക്ക് പട്ടി ഷോ കാണിക്കണമല്ലോ. അതിനുവേണ്ടി ഈ അപരാധം വീണ്ടും 1 മണിക്കൂർ നീണ്ടു. അങ്ങനെ കില്ലറിനെ കിട്ടിയെന്ന സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് വേണ്ട വേറൊരു കില്ലറിന്റെ പുറകിൽ നിൽക്കുന്നു. അങ്ങനെ ഓൾഡ് കില്ലറിനെ കുത്തിയിട്ട് ന്യൂ കില്ലർ ഓടും. ന്യൂ കില്ലർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, ഇറ്റ്സ് ടൈം ഫോർ ദി അൾട്ടിമേറ്റ് ട്വിസ്റ്റ്. സംഭവം മൂത്ത പുത്രനും ബച്ചേട്ടനും കൂടി സ്വത്തുക്കൾ 50-50 അടിക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഇവർ മാറി മാറിയാണ് കൊലകളൊക്കെ ചെയ്ത് ഇതുവരെ എത്തിച്ചത്. ശേഷം എന്തായാലും ഇത്രയ്ക്ക് കോപ്പി അടിച്ചു, എന്നാ പിന്നെ വെട്ടത്തുനിന്നും കൂടി കോപ്പി അടിച്ചേക്കാമെന്ന് കരുതി ഒരു ഹാസ്യ രംഗം അരങ്ങേറുന്നു. ചാവാ നേരത്തും കില്ലാടിക്ക് കഴപ്പിനൊരു കുറവുമില്ല. അങ്ങനെ ക്ലൈമാക്സിൽ അവരതൊക്കെ കഴിയുമ്പോഴേക്കും യഥാർത്ഥ ജോളി കളത്തിലിറങ്ങും. എന്നിട്ട് ജോളി വന്നിട്ട് പറയും എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഷെയർ ഇട്ടെടുത്തോളാം. എടാ അപരാധി മോനെ, ഇത് ആദ്യമേ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോടാ. അങ്ങനെ സ്വത്തുക്കളെല്ലാം ഷെയർ ഇട്ടെടുത്തിട്ട് ഏവന്റെയൊക്കെ ഭാര്യയെ ആരൊക്കെയെ കിട്ടും. ഈ കയ്യിലിരിക്കുന്ന കുരിപ്പിന്റെയൊക്കെ ഒറിജിനൽ തന്ത ആരൊക്കെയാണെന്ന് തമ്പുരാൻ അറിയാം. അങ്ങനെ പടം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കും. ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള പടങ്ങൾ കമന്റിൽ അറിയിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ അത് വീഡിയോസ് ആക്കി നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും.